ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ എല്ലാവരും? അപ്പോൾ ഞാനും മിഷലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യൻ്റെ കുരുത്തക്കേടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കാത്തേ പുള്ളിക്കാരത്തി പാനിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ ഉരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ പുല്ലുമിഠായി ഉണ്ടാക്കണേണ്. എന്താണ് യൂട്യൂബിൽ ഷോർട്സ് എന്തോ കണ്ട്. അപ്പോൾ അത് പുല്ലുമിഠായി ഉണ്ടാക്കാൻ ശ്രമിക്കണേണ് ആ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുല്ലുമിഠായി ഇങ്ങനെയല്ലല്ലോ ഉണ്ടാക്കണത്, എന്തോ പൊടിയിലൊക്കെ കുഴച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പണ്ട് നമ്മളെന്തോ പാലുമിഠായിക്ക് ഉണ്ടാക്കൂലേ, അതാണ് ആ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവളുടെ കൈയൊക്കെ ക്ലീനാണ് കേട്ടോ, അതാണ് അവൾ അങ്ങനെ കയ്യിൽ തന്നെ പിടിച്ച് ചെയ്യണത്. ഇത് പഞ്ചസാര ഉരുക്കിയിട്ട് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പാലുമിഠായി പോലെ ഇങ്ങനെ ഞാനും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഷോർട്സിൽ ഇങ്ങനെ പാലുമിഠായി ഇങ്ങനെ എടുത്തിട്ട് അവർ പല പല ഡിസൈനിൽ ചെയ്യണതൊക്കെ. അപ്പോൾ അതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുരുത്തക്കിടക്ക് ഇങ്ങനെ ഒപ്പിക്കൂട്ടാം. അപ്പോൾ എനിക്ക് നേരമില്ല അത് നോക്കിയിരിക്കാൻ നിന്ന് ഞാൻ വേഗം തന്നെ അടുക്കളയിലേക്ക് വന്ന് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പുള്ളിക്കാരത്തി വന്നിട്ട് പഞ്ചസാരയൊക്കെ ഉരുക്കിയത്. അപ്പോൾ ഞാൻ പിന്നെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി നോക്കിയത്. അപ്പോൾ ഇത് ഇവിടുത്തെ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. കട്ട്ലേറ്റ് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ഒരു കൈപ്പോള ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചില്ല, എൻ്റെ പണി പാളിപ്പോയ കൈപ്പോള. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. അപ്പോൾ ആളതേ അതിൽ നിന്ന് പിടിവിട്ടിട്ടില്ല കേട്ടോ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നോമ്പെടുത്ത് കഴിഞ്ഞാലും നീ തന്നെ ഇത് തിന്ന് തീർക്കണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ കാണിച്ച് തന്നെയാണ് ആ കാണുന്നത്. അപ്പോൾ പറയണുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അടുത്ത് ഞാൻ തന്നെ തിന്നോളാം, ഞാൻ തന്നെ തിന്നൂട്ടാന്നുള്ള ആ ഡയലോഗൊക്കെയാണ്, ആ എക്സ്പ്രഷനാണ് എനിക്കിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ഇവിടെ കട്ട്ലേറ്റുള്ളതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചിട്ട് ഒന്ന് ഉരുളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞു ഞാനിതും ചെയ്തു തരാം, ഞാനിത് കുഴച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആളെ കാണില്ല ആ വഴിക്ക്. പിന്നെ അതേ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാങ്ങാ ജ്യൂസാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് മാങ്ങാ ജ്യൂസ് മതി. അപ്പോൾ ഉമ്മച്ചിക്ക് പേരക്ക മതി. പേരക്കൻ്റെ പൾപ്പ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായാലും ഞാൻ ചീത്തായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതവിടെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചു. കാരണം മാങ്ങ ഞാൻ ഫ്രീസറിലാണ് എടുത്ത് വെക്കണത്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ വെള്ളാപ്പം ചുടുന്നേട്ട. അപ്പോൾ മാങ്ങ ഫ്രീസറിൽ നോക്കാൻ ചീത്ത ആവാണ്ടിരിക്കണ്ട, കട്ടിക്ക് തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മാങ്ങ ജ്യൂസൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ വെള്ളാപ്പം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ആൾ വന്നിട്ടാ, ആൾ വന്ന് എനിക്കിവിടെ കുഴച്ചൊക്കെ തന്നെയുണ്ട് കട്ട്ലേറ്റിനുള്ളത്. പെൺകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ നമുക്ക്, അതുകൊണ്ടൊരു സഹായം തന്നെയാണ്. ഇതേ കണ്ട ഉണ്ടാക്കി വെച്ചേക്കണാണ് ആ കാണുന്നത് പാലുമിഠായി. കിട്ടണില്ല, കട്ടയായി പോയി എന്നൊക്കെ പറഞ്ഞ് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കണാണ് ആ കാണുന്നത്. ഇത് തിന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതേ അവൾക്ക് നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ കസേഴ്സ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പുറത്തെടുത്തേക്ക് വെച്ചേക്കണ്. അപ്പോൾ കുക്കർ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കില്ല കേട്ടോ. കുക്കറിനകത്ത് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലാക്കണം മടി ഓർത്തിട്ട് നേരെ കുക്കറിനെടുത്ത് അങ്ങനെയാണ് വെച്ചത്. അവിടെ കട്ട്ലേറ്റും ഇവിടെ അതേ കുഴച്ചവൾ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അത് മുട്ടയും മുക്കി റസ്ക് പൊടിയിലും ചെയ്യണേണ്. കാരണം ഇപ്പോൾ കട്ട്ലേറ്റ് കുറച്ചുള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കണം. കാരണം ഇന്നും ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കണത്. ചിക്കൻ ബിരിയാണി തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയേക്കണത്. കാരണം ഇവിടെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കാനാലില്ലേ കഴിക്കാൻ മടി. ഇതാകുമ്പോൾ ചോറാകുമ്പോൾ കഴിക്കുന്നത്. ഇഷ്ടന് പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും കട്ട്ലേറ്റ് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞു ഒരാൾക്ക് ഇത്ര എണ്ണം മതി എന്ന് പറഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ബിരിയാണി തിന്നണമല്ലോ. അപ്പോൾ കട്ട്ലേറ്റൊക്കെ അധികം, കാരണം കട്ട്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടല് നല്ലോണം കഴിച്ചോളും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ട, കട്ട്ലേറ്റ് കുറച്ച് നാൾ ഇനി ബിരിയാണി വെക്കണ്ടേന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ ജ്യൂസും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് പോണേ കേട്ടോ. അപ്പോൾ ഇതേ പാലൊക്കെ ഒഴിച്ച് മാങ്ങയൊക്കെ 2 കഷ്ണമൊക്കെ ഇട്ട് ഇനി ജ്യൂസ് അടിക്കണം. അപ്പോൾ എൻ്റെ മാങ്ങാ ജ്യൂസും ആണ്. അപ്പോൾ ഇവിടെ കട്ട്ലേറ്റ് നമ്മുടെ വെള്ളാപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ്പോളി ഞാൻ നേരത്തെ റെഡി ആക്കിയിട്ടുണ്ടല്ലോ. ഇത് ജ്യൂസും ഇവിടെ റെഡിയായി. ഇനി ജ്യൂസ് എടുത്ത് ഫ്രീസറിലേക്ക് വെക്കണം, മൂടി വെച്ചിട്ട്. നല്ല തണുപ്പ് വേണമല്ലോ. ഇനി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട് കേട്ടോ. ആകെ കച്ചറായി. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയാൽ തന്നെ ആയാലും അടുക്കള അലങ്കോലായി തന്നെ ഇരിക്കും. അപ്പോൾ ദേ എല്ലാം സെറ്റായി. ദേ എൻ്റെ കൈപ്പോള കണ്ടില്ലേ, റെഡിയാവാത്ത കൈപ്പോളയാണ്, എൻ്റെ ഫ്ലോപ്പായി പോയ കൈപ്പോള. അപ്പോൾ ദേ കട്ട്ലേറ്റും ജ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ആ ഈത്തപ്പഴമൊക്കെ ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കായ്പോള കാണുമ്പോൾ വീണ്ടും സങ്കടം തന്നെ. ഞാൻ ആ കേക്ക് പോലെ മുറിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് പിന്നെയും സങ്കടം തന്നെ എൻ്റെ കായ്പോള കാണുമ്പോൾ. അപ്പോൾ ഇശല് കഴിക്കൂല കേട്ടോ. ഇശല് പഴമൊക്കെ ആയതുകൊണ്ടാണ് ഇശലിനെ കഴിക്കാൻ ഇത്തിരി മടി. അപ്പോൾ അതേ വാപ്പയമ്മയും പോയ തക്കത്തിന് കുറച്ച് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാൻ വിചാരിച്ച്. ഞാൻ എന്തായാലും വേസ്റ്റ് പേപ്പറിലേക്ക് ഇടണ്ടാന്ന് വിചാരിച്ച്. കാരണം എന്ന് വെച്ചാൽ ഈ ആധാർ കാർഡിൻ്റെയൊക്കെ കോപ്പി പഴയതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോയും ഇതൊക്കെ ഇങ്ങനെ കാണും. ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ ഉള്ളതുകൊണ്ട്
ഇതാവണ്ടാലാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കത്തിച്ചളാൻ വിചാരിച്ച്. പിന്നെ കുറേ പേപ്പേഴ്സും പിന്നെ ഡോക്ടറിൻ്റെയൊക്കെ പണ്ടത്തെയൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും. അപ്പോൾ പഴയ കുറേ ആയി കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് കത്തിച്ചൊക്കെ കളയും. അപ്പോൾ ദിശല അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഉമ്മ ക്യാമ്പ് ഫയർ ചൂടത്ത് നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കിറി എനിക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിശലിന് വിശക്കണമെന്ന് പറഞ്ഞു. പിശലിന് അവിടെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അലമാരൊന്നും ഒതുക്കാലാന്ന് വിചാരിച്ച്. പക്ഷേ ഇങ്ങനെ ഒതുക്കലുണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് 2-3 ഒതുക്കും, പിന്നെ പകുതിക്ക് അവിടെ ഇടും. കാരണം ഓഫീസിൽ പോകണോണ്ട് ഒരു ഉടുപ്പ് എടുത്ത് കഴിയുമ്പോൾ അത് പറ്റൂല, പിന്നെ അടുത്ത ഉടുപ്പ് എടുക്കും അത് പറ്റൂല. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ അലങ്കോലാം. അപ്പോൾ ഒരു ദിവസം ഒന്ന് ഒതുക്കാലാന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇന്നത് തീർക്കൂല, ഇന്ന് കുറച്ച് ഒതുക്കുള്ളൂ. കാരണം അത്രയും ഉണ്ട്. ഒരു പാൻറ്റ് വേറെ സ്ഥലത്താണെങ്കിൽ ഒരു ഷോള് വേറെ സ്ഥലത്താണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും നല്ല അടിപൊളിയായിട്ട് ഒതുക്കി വെക്കാലാന്ന് വിചാരിക്കും. പക്ഷേ 2 ദിവസത്തേക്ക് ഇങ്ങനെ ഒതുക്കിയിരിക്കും. 3ൻ്റെ അന്ന് പിന്നെയും കൊഴിഞ്ഞു പറഞ്ഞിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കണേന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തായാലും ഞാൻ പകുതിക്ക് തന്നെ ഇടുള്ളൂ എന്ന്. അത് ഫുള്ളായിട്ട് എന്തായാലും ഒന്നും മടക്കൂല. കാരണം കുറച്ച് മടക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മതിയായി. അപ്പോൾ കുറച്ച് മടക്കി കുറച്ചിനെ നാളെ മടക്കാനാണ് വിചാരിച്ചു. അപ്പോൾ അത് എവിടെ ഇശൽ ബിരിയാണി കഴിക്കണേ. നല്ല തണുത്ത വെള്ളം നാരങ്ങ വെള്ളമാണ് കേട്ടോ കുടിക്കണത്. പിന്നെ അവൾ അച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കണത്. അപ്പം ഉമ്മച്ചി പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ശരിയാണ്, പപ്പടം മേടിക്കാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ അവളത് അവിടെ ഇരുന്ന് കഴിക്കണേ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതേ ഒരാളവിടെ കണ്ടത്. എത്തി നോക്കിയിരിക്കണോക്കി ആൾക്കുള്ളതാണ്. എപ്പോഴും അതെ, ഒരു കാലം ഇങ്ങനെ ഇട്ടിട്ടില്ല, എങ്ങനെ എത്തി നോക്കും. ഫുൾ ടൈം തീറ്റയാണ് കേട്ടോ ഇതിന്. നമ്മളെന്തെങ്കിലും തിന്നാൻ കൊണ്ടുതന്നെണ്ടാന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനാണ്. അതാന്ന് ഇപ്പം നോക്കി അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാലിങ്ങനെ ഒരു കാല് ഇപ്പുറത്തിട്ടിട്ട് ഒരു കാലിങ്ങനെ എത്തി നോക്കും. നമ്മളെന്താണ് അവിടെ എടുക്കണത്, നമ്മളെന്തെങ്കിലും തിന്നണുണ്ടാ എന്നൊക്കെ നോക്കണേട്ടാ വലിഞ്ഞും കൊണ്ടിട്ട്. എന്നിട്ടൊരു കരയും. നമ്മൾ എന്തെങ്കിലും തിന്നണ കണ്ടേനല്ല, അപ്പോൾ ഒരു കരച്ചിലൊക്കെ കരയും. അപ്പോൾ ഞാനും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും എൻ്റെ ഉമ്മച്ചി ചീത്തറിട്ടൊക്കെ കാണാൻ. ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് എനിക്കിപ്പോൾ ചീത്ത കേൾക്കലാണ് ക്ഷീണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇപ്പം ഒന്നും കൂടെ ഞാൻ സ്കെലറ്റായി. അപ്പോൾ ചോറ് കാണുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും കൂടെ ചീത്ത കേൾക്കും എനിക്ക്. കാരണം ഇത്തിരി ചോറാണ് ഇട്ടേക്കണം പറഞ്ഞ്. അങ്ങനെ അവർ ത്രാബിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരവിടെ ചോറിനുണ്ട്. അപ്പോൾ ഞാനും വിഷലും കഴിച്ചതിന്. അപ്പോൾ ഞങ്ങളും കിടക്കാൻ വേണ്ടി പോകണമെങ്കിൽ എനിക്ക് വോയിസ് ഓവറോടെ കൊടുക്കണം. അപ്പോൾ ഇശലിൻ്റെ ടെഡീനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇശൽ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാനും വിശലും വരുന്നതാണ് കേട്ടോ. ബൈ.